നമ്മൾ ഈ മഴക്കെടുതികളെക്കുറിച്ചൊക്കെ തുടക്കത്തിൽ സംസാരിച്ചല്ലോ. പ്രത്യേകിച്ച് കോഴിക്കോടും വയനാടും ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ വിലങ്ങാട് ദുരിതബാധിതരുടെ വിഷയത്തിലേക്ക് നമ്മൾ പോയത്. അവർ വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർ ഇന്ന് വിലങ്ങാട് വില്ലേജ് ഉപരോധിക്കും. കളക്ടർ സ്ഥലം സന്ദർശിക്കണം, വാടക തന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നാണ് ദുരിതബാധിതരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസവും ദുരന്തബാധിതർ പ്രതിഷേധം നടത്തിയിരുന്നു. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നു, കൈത്താങ്ങാകുന്നു, കൈപിടിക്കുന്നു, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓരോ മഴക്കാലം വരുമ്പോഴും, ഓരോ പ്രളയം വരുമ്പോഴും, ഓരോ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോഴും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല പലപ്പോഴും. വിലങ്ങാട് നിവാസികളുടെ പ്രതിഷേധവും അതുകൊണ്ടാണ്. അവർ കഴിഞ്ഞ ദിവസവും പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുകയാണ്. വീണ, അത് തന്നെയാണ് വിലങ്ങാട് നിവാസികൾക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസവും അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മിനിയാന്ന് അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. വില്ലേജ് ഉദ്യോഗസ്ഥരെയും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. അവരുടെ ആവശ്യം വീണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നിശ്ചിതമായ വാടക നൽകണം, അതോടൊപ്പം തന്നെ മാറി താമസിക്കാൻ ആവശ്യമായ പുനരധിവാസ പട്ടികയിലേക്ക് ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ജൂൺ 30 ആകുമ്പോഴേക്ക് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു വർഷം തികയാണ്. ഒരു വർഷം തികയുമ്പോഴേക്കും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന പരാതി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് 150ഓളം ആളുകൾക്ക് 151 പേരാണ് ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും വാടകയ്ക്ക് പോവേണ്ടിയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വീടുകൾക്കും കൃഷിഭൂമിക്കൊക്കെ നാശനഷ്ടം സംഭവിച്ച 151 കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് വിലങ്ങാട് നിവാസികൾ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം അത് കേവലം 30 പേർ മാത്രമാണ്. 120ഓളം ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഈ 151ഓളം ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ ആളുകൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് സർക്കാർ പറഞ്ഞിട്ടുള്ള മുന്നോട്ട് വെച്ചുള്ള പ്രധാന ഒരു കാര്യം, എല്ലാ ജനങ്ങൾക്കും, മാറി താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിശ്ചിത വാടക എല്ലാ മാസവും നൽകുമെന്നാണ്. എന്നാൽ ആ വാടക വിതരണം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ രീതിയിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് വിലങ്ങാട് ഉള്ളത്. അതിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ച സമയത്ത് ജില്ലാ കളക്ടർ ഇവിടെ എത്തി മധ്യസ്ഥ ചർച്ച നടത്തണമെന്നും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് നൽകണമെന്നുമുള്ള ആവശ്യമായിരുന്നു ജനങ്ങളൊക്കെ പങ്കുവെച്ചത്. രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ ജനങ്ങൾ ഒന്നിച്ചൊന്നായി സംഘടിച്ചെത്തി സമരം നടത്തുകയായിരുന്നു. പിന്നീട് വടകര തഹസിൽദാരൊക്കെ എത്തി ജനങ്ങളുമായി ചർച്ച നടത്തുകയും ഇന്നലെ ജില്ലാ കളക്ടർ അവിടെ എത്തുമെന്നും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല. പിന്നീടാണ് നിർബന്ധിതമായി ഇന്ന് സമരം ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതമായിരിക്കുന്നത്. 10 മണിയോടുകൂടി സമരം ആരംഭിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ എത്താതെ ഇന്ന് എന്തായാലും സമരം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ഉപരോധം ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടായിരുന്നു അവസാനിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തുകയും ജില്ലാ കളക്ടർ അവിടെ എത്തുമെന്നൊരു ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. BJPയുടെ റൂറൽ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. സുരേഷ് ഗോപി മുഖാന്തരം ജില്ലാ കളക്ടറെ സംസാരിപ്പിച്ചിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ എത്തുമെന്ന് പറഞ്ഞിട്ടും എത്തിയിരുന്നില്ല. പിന്നീടാണ് വീണ്ടും സമരം ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി അവർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പോലെ സമരം എന്തായാലും അവസാനിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ജില്ലാ കളക്ടർ വാക്കുപാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഈ നാശനഷ്ടം ഉണ്ടായതിനു ശേഷം, ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും പാലിക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. റോഡുകളൊക്കെ തകർന്നു കിടക്കുകയാണ്. 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അവിടെ നടത്താൻ വേണ്ടി റവന്യൂ വകുപ്പിനോ അല്ലെങ്കിൽ PWD വകുപ്പിനോ ഒന്നും സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ കടുത്ത അമർഷത്തിനാണ് ജനങ്ങളുള്ളത്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് 100-ലധികം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഈ വിലങ്ങാടിന്റെ മഞ്ഞച്ചീളി ഭാഗത്തും മറ്റും ഉണ്ടായിരുന്നു, പാനോ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഡ്രോണുകൾ നടത്തിയ നിരീക്ഷണത്തിൽ 100-ലധികം പ്രഭവ കേന്ദ്രങ്ങളാണ്, ചെറുതും വലുതുമായ 100ഓളം ഉരുൾപൊട്ടലുകൾ വിലങ്ങാട് കഴിഞ്ഞ വർഷം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും അതൊരു ജനവാസ മേഖലയല്ല എന്ന വിലയിരുത്തലും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറാവുന്നില്ല. അതിൽ പ്രതിഷേധമായിട്ടാണ് ജനങ്ങൾ വീണ്ടും ഒരു മഴക്കാലം വരുമ്പോൾ സംഘടിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം 10 മണിയോടുകൂടി തന്നെ സമരം ആരംഭിക്കും. കളക്ടർ എത്താതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ഗോകുൽ.